എല്ലാ കൂട്ടുകാർക്കും അഡ്രീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അസാധ്യ രുചിയിൽ ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഈ ഉപ്പുമാവിൻ്റെ റെസിപ്പി. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ഇടുകയും വേണം. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ അതാത് സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി മറക്കരുത്. അസാധ്യ രുചിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഉപ്പുമാവാണിത്. ഇത് ഒന്നൊന്നിനോട് തൊടാതെ വണ്ണമാണ് ഇത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇതിനായി ഇവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ റവയാണ്. ഇത് വറുത്ത റവയാണ്. ഇനി വറുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വറുത്ത് കിട്ടിയിട്ടുള്ള റവയാണ്. ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ക്യാഷ്നട്ടാണ്. ഇതൊരു 8-9 ചെറിയ ക്യാഷ്നട്ടുണ്ട്. ഇത് ഞാൻ വറുത്തെടുക്കുന്നത് രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ടാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് നെയ്യാണ്. നെയ്യ് ചേർത്ത് ഉപ്പുമാവ് ഉണ്ടാക്കിയാൽ നല്ല സ്വാദാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് പൊട്ടുകടലയാണ്. ഇത് നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്ന ഒരു ചെറിയ കഷ്ണം ക്യാരറ്റാണ്. ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. പിന്നെ ഒരല്പം കറിവേപ്പില വേണം. പിന്നെ വേണ്ടത് ചെറിയൊരു കഷ്ണം സവോളയാണ്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എടുക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിതിന് വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ ഏതാണോ അത് ചേർക്കാം. പക്ഷേ വെളിച്ചെണ്ണ ചേർത്താലാണ് ഒന്നുകൂടി ടേസ്റ്റ്. ഈ എണ്ണയൊന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ ഈ എണ്ണയൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ക്യാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനിത് രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നടുവേ ഒന്ന് പൊളന്നെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആ പൊട്ടുകടലയും കൂടി ഒന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഉഴുന്നുണ്ടെങ്കിൽ ഒരല്പം ഉഴുന്ന് ചേർത്ത് വറുത്തെടുക്കുന്നത് നല്ലതാണ്. ഉപ്പുമാവിനകത്ത് ഉഴുന്നും ചേർക്കുന്നതാണ്. നല്ല ടേസ്റ്റാണ് അതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ. എനിക്ക് ഉഴുന്നില്ലാഞ്ഞതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. ഇതും കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം. എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? ഇവിടെ ഇപ്പം വലിയ വെയിലൊക്കെ മാറി കാലാവസ്ഥയൊക്കെ ഒന്ന് ചെറുതായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. മഴക്കാറൊക്കെ ഉണ്ട്. മഴ പെയ്തില്ല. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 വറ്റൽമുളക് കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഈ പച്ചമുളകിൻ്റെ പച്ചമണം മാറുന്നത് വരെ എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരണം.
ഇതിപ്പോൾ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം കറിവേപ്പില കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടരിഞ്ഞ സവോളയാണ്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒരു പിഞ്ച് ഉപ്പ് കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. പെട്ടെന്നൊന്ന് വഴന്നു വരുന്നതിന് വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇത് എണ്ണയിൽ കിടന്ന് നന്നായി ഒന്ന് വഴന്ന് വെന്ത് വരണം. പകുതി വേവായാൽ മതി. ബാക്കി വേവ് നമുക്ക് ഈ വെള്ളം ഒഴിക്കുന്നത് അതിൻ്റെ കൂടെ കിടന്ന് വെന്തുകൊള്ളൂ. ഇപ്പോൾ ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു ചെറിയ കപ്പിന് 2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. വെള്ളം ഒരുപാടങ്ങ് നീണ്ടു പോകരുത്, എന്നാൽ വെള്ളം കുറഞ്ഞും പോകരുത്. പിന്നെ വെള്ളം വേണമെന്ന് ആവശ്യമെന്ന് തോന്നിയാൽ തിളപ്പിച്ച വെള്ളമേ ഒഴിക്കാവുള്ളൂ. ഇതിനി നന്നായി ഒന്ന് തിളച്ച് വരണം. ഇപ്പോൾ ഇത് തിളയൊക്കെ ഒന്ന് വന്നിട്ടുണ്ട്. നന്നായി തിളച്ച് വരുന്ന സമയത്ത് വേണം ഇതിലേക്ക് ഉപ്പ് ചേർക്കേണ്ടത്. ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർക്കുന്നു. ഇതിനാവശ്യമായ ഉപ്പ് ഈ സമയം ചേർക്കുക. പിന്നീട് ചേർക്കാൻ നോക്കിയാൽ അത് ഉപ്പുമാവെല്ലാം കൂടെ ആയ സമയത്ത് പിന്നെ ഉപ്പ് അവിടെ ഇവിടെയൊക്കെ പിടിച്ചിരിക്കും. ഈ സമയം തന്നെ കറക്റ്റ് ഉപ്പൊക്കെ നോക്കി തിളപ്പിച്ചെടുക്കുക. നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. എനിക്കിതിപ്പോൾ പാകത്തിനുണ്ട്. ഇതിലേക്ക് ഞാനിനി 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. ഈ നെയ്യ് ചേർത്താൽ ഉപ്പുമാവിന് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചേർത്ത് നോക്കുക. പിന്നെ ഒരു കാര്യം, തേങ്ങ ചേർക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചിരകിയ തേങ്ങ ഇതിൽ ചേർക്കാവുന്നതാണ്. ഈ സമയം ഞാൻ തേങ്ങ ചേർക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന റവ ഇട്ട് കൊടുക്കാം. ഇത് വറുത്ത റവയാണ്. ഈ വെള്ളത്തിൻ്റെ ഒപ്പം തന്നെ റവ നിൽക്കണം. പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക. അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എല്ലാവരും പറയും ഉപ്പുമാവ് ഉണ്ടാക്കിയാൽ ചട്ടിയുടെ ചുവട്ടിൽ മുഴുവൻ പിടിച്ചിരിക്കും, കരിഞ്ഞു പോകും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഈ ഉപ്പുമാവ് ഒരല്പം പോലും കരിഞ്ഞു പോയിട്ടില്ല. നിങ്ങൾക്കിതിൻ്റെ ലാസ്റ്റ് ഭാഗം കാണുമ്പോൾ മനസ്സിലാവും. വെള്ളം ഒഴിച്ച് പൊടി ഇട്ട് കഴിഞ്ഞാൽ അന്നേരം തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക, തോരാതെ ഇളക്കുക. ഇപ്പോൾ കണ്ട ഇത് ഒരുവിധമൊക്കെ ഒന്നായി വന്നിട്ടുണ്ട്. പിന്നെ ഒരു ട്രിക്ക് പറഞ്ഞുതരത്, ഇളക്കുന്ന സമയത്ത് ചട്ടി നമ്മളിങ്ങനെ ഒന്ന് കറക്കി ഒന്ന് ഇളക്കുകയാണെങ്കിൽ പാത്രത്തിൻ്റെ ചുവട്ടിൽ പിടിക്കാതെ ഇരിക്കും. ഇതിനി നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഉപ്പുമാവൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി നോക്കാം. കണ്ട, എൻ്റെ പാത്രത്തിൽ ഒരല്പം പോലും ചട്ടിയുടെ ചുവട്ടിൽ പിടിച്ചിട്ടില്ല. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയം അതൊക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. ഒന്നിനോട് തൊടാതെ വണ്ണം ഉപ്പുമാവെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. തേങ്ങ കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇതിന്. ഞാനിതിൽ തേങ്ങ ഇല്ലാത്തത് കൊണ്ടാണ് ചേർക്കാഞ്ഞത്. ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് വരുന്ന കട്ടകളൊക്കെ പൊടിച്ചു കൊടുക്കണം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് ചെയ്യുന്ന സമയത്തെല്ലാം ഗ്യാസ് ഫ്ലെയിം ചെറിയ തീയിലിട്ടുകൊണ്ട് വേണം ചെയ്തെടുക്കാൻ. കണ്ടോ,
ഇതിൻ്റെ ചുവട്ടിൽ ഒരല്പം പോലും പിടിച്ചിട്ടില്ല. ഇത് മുഴുവനായി ഇങ്ങനെ തന്നെ ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഉപ്പുമാവ് റെഡിയായി വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ വറുത്ത് വെച്ചിരിക്കുന്ന പൊട്ടുകടല കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതിൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് അറിയിക്കണേ, കമൻ്റ് ഇടണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നാളെ ഇതേ സമയം മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും നന്ദി.